ഹായ്, ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ഞാൻ പറഞ്ഞ എന്നും പറയണ പോലെ തന്നെ രാവിലെ നടക്കുന്നില്ല. അപ്പോൾ ഓരോ വഴി ഇപ്പോഴാണ് എല്ലാം പണിയൊക്കെ നോക്കിയത്. അപ്പോൾ എന്താ പറയുക, ഞാനും പിള്ളേർക്ക് എന്തെങ്കിലും ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ എനിക്കിപ്പോൾ അട അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ അട ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ വാഴയിലൊന്നും കിട്ടാനില്ല. കിട്ടാന്ന് വെച്ചാൽ കടയിലുണ്ട്. അല്ല, കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് വേണം കിട്ടണമെങ്കിൽ. ഈ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് പോയി വാങ്ങിക്കാൻ വെച്ചാൽ നടക്കണ കാര്യമില്ല. ഇപ്പോൾ മഴ ഒന്നും ഇവിടെ ഭയങ്കര മഴയല്ല കേട്ടോ, വെറുതെ മനുഷ്യനെ കളിയാക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും മഴയാണ്. മഴ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ മഴ തന്നെയാണ്. മഴയൊന്നുമല്ല, ഞാൻ വെറുതെ ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ വെച്ചിട്ട് ഞാൻ വെച്ചു അട ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ട്യൂഷന് പോണ വഴിയിൽ അത് വീട്ടിൻ്റെ ഒരു മതിലിൻ്റെ സൈഡിൽ ഒരു വാഴ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ വാഴയുടെ ഇല പറിച്ചു. ചോദിച്ചിട്ടൊന്നുമല്ല, ഇങ്ങനെ എന്താ പറയുക, അവിടെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണതാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ വാഴ ഇല നന്നായി കഴുകിയില്ലെങ്കിൽ ഇവിടുത്തെ വണ്ടിയും വാഴ ഇലയും എന്താ പറയുക പൊടിയാണ്, പൊടി. പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഡസ്റ്റ് അതന്നെ. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ ഇഷ്ടമാണ്. എന്താ പറയുക, ഞങ്ങൾക്ക് വന്നിട്ട് കുറച്ച് കഴുകി, എന്നാലും എനിക്ക് തോന്നുന്നത് നന്നായി ആയില്ല, ക്ലീനായിട്ടില്ല. നമ്മൾ ഒന്നുകൂടി ക്ലീൻ ആക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാനിവിടെ വന്ന സമയത്ത്, ഇവിടെ പന്ത്രണ്ട് വാങ്ങിച്ച സമയത്ത് താഴെ കാർ പാർക്കിങ്ങിൽ ഞാൻ കൊച്ചിയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് അത് ഫ്ലാറ്റിലായിരുന്നു. അത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെറസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകൾ ഭാഗത്ത് ഇതൊരു കൊറോണ സമയമായപ്പോൾ നമുക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ട്, അന്ന് പ്രഗ്നൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ മോൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആദ്യത്തെ മോന് 9 മാസമായിരുന്നു. അപ്പം ഈ പറയണ നമുക്ക് ബോറടിക്കേണ്ടെന്നുള്ള സമയത്ത് കൊണ്ട് ചെടിയൊക്കെ വെക്കാൻ വെച്ചാൽ നമ്മൾ താഴത്തുനിന്ന് കഷ്ടപ്പെട്ട് ചട്ടി, അവിടുത്തെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്, അവർ കൂട്ടാളികളൊക്കെ കൂടി ചട്ടിയൊക്കെ മുകളിലൊക്കെ വെച്ച് കുറേ ചെടികളൊക്കെ വെച്ച് അതിൻ്റെ ഫോട്ടോസൊന്നും ഇപ്പം ഈ പറഞ്ഞ മാതിരി നമ്മൾ ഫോൺ പൊട്ടുമ്പോൾ മാറ്റുമ്പോഴേക്കും പോയ കാരണം കൊണ്ടിട്ടാണ്. അത്യാവശ്യത്തിന് നല്ലോണം പച്ചക്കറിക്ക് എനിക്ക് അന്ന് അതിൻ്റെ ടെറസിൻ്റെ മുകളിൽ വച്ചിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ചെടികളെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇവിടെ അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് 2 ഇല പറിച്ചാലും ആരൊന്നും പറയില്ല, ചോദിക്കുക, അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള കാര്യമില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വലിയ ഞാൻ താഴെ കാണിച്ചു തരാം. കാർ പാർക്കിങ്ങിൽ നമ്മൾ വേസ്റ്റ്, അത് ഒരു പ്രത്യേക സാധ്യത, ഒരു വേസ്റ്റിൻ്റെ വലിയ ഡപ്പ, ബ്ലൂ ഡപ്പല്ലേ, അത് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വാങ്ങിച്ചു നോക്കുമ്പോൾ അത് എൻ്റെ ഭർത്താവ് ആ സമയത്ത് പ്രസിഡൻ്റായി. അപ്പോൾ ആ പ്രസിഡൻ്റായപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണെന്നത് ചോദിച്ചത്. അപ്പോൾ എതിർഭാഗം ഇവിടെ ഉണ്ടല്ലോ, എതിർഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ശരൺകുമാർ വാങ്ങിച്ച വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടൂല എന്നുള്ള എന്താണെന്നറിയില്ല, ആ ഒരു കുശുമ്പിൽ എന്ന് പറയുന്ന ആ വേസ്റ്റ് ബിന്നിൽ വേണ്ട, ആ വേസ്റ്റ് ബിന്നിൽ. അപ്പോൾ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച വേസ്റ്റ് ബിന്നല്ലേ, കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്ര വലിയ വേസ്റ്റ് ബിന്നാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അത് അത്യാവശ്യം ഇവിടുന്നും പിന്നെ നാട്ടിൽ നിന്ന് പോയി. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഞങ്ങൾ മിക്കവാറും ഭൂരിപക്ഷം കാറിൽ തന്നെ പോയി വരാറ്. അപ്പോൾ ആ കാറിൽ വരുമ്പോൾ ഓരോ ചാക്ക് മണ്ണ് കൊണ്ടിരും, കുഞ്ഞ് സഞ്ചിയിലെ മണ്ണ് കൊണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന മണ്ണൊക്കെ കൂടി. ഇവിടുത്തെ മണ്ണും നമ്മുടെ നാട്ടിലെ മണ്ണും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ മണ്ണ് ഇച്ചിരി ഒട്ടിപ്പ് കൂടുതലാണ്, ഇളക്കല്ലാത്ത മണ്ണാണ്. അപ്പോൾ ചെടി വെച്ച് കഴിഞ്ഞാലൊക്കെ ഒരു കട്ടകുത്തി വരും. അങ്ങനെ കൊടുത്തിട്ട് ഡ്രമ്മിൽ നിറച്ച് ഞാനൊരു വാഴ തൈ, എന്ത് വാഴയെന്ന് കൊല ഉണ്ടായില്ല, അതാണ് സത്യം. കൊല ഉണ്ടാവാൻ ഇവിടെ ആരും സമ്മതിക്കില്ല. അപ്പോൾ ആ തൈ വെച്ചാൽ കൊലയ്ക്ക് വേണ്ടിയിട്ടല്ല, വാഴപ്പഴത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, 2 ഇലയ്ക്ക്, അതായത് നമുക്ക് അട ചുടുന്ന ഇപ്പോൾ 4 അട, ഒരു 4 പേര് അല്ലെങ്കിൽ 3 അട ചുടുന്ന ആ 3 ഇലയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ 2 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് താഴെ പോയി നമ്മുടെ ആ 2-3 ഇല നിൽക്കണില്ല, ഒരു ഇല കുറച്ച് കൊടുന്ന് ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ അത് എന്ത് വാഴയാണ്. ഇപ്പം നമ്മൾ കൊല വരുമ്പോൾ പറയാം, കൊല വരാത്ത വാഴയ്ക്ക് മുമ്പ് പറയാൻ പറ്റില്ല എന്തായാലും. അങ്ങനെ കൊല വന്നില്ല. കൊല വരുമ്പോഴത്തേനും അത് എന്താണെന്നറിയില്ല, ആസ് യൂഷ്വൽ അത് പോയി. അപ്പം അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ അതിൽ നിന്ന് കുറച്ച് അടിയിലൊക്കെ വേറെ തൈകളൊക്കെ മുളച്ചു വന്നു കേട്ടോ.
ഞാൻ അതിൽ നിന്ന് വില മുറിച്ച് വന്നതായിരുന്നു. ഒരു ദിവസം ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അടി ചീഞ്ഞിരിക്കുന്നു. എനിക്ക് ഇങ്ങനെ അറിയാൻ പാടില്ല, അത് ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ. അതിൻ്റെ അവിടെ വാഴ വെച്ചു, വാഴ അല്ലെങ്കിൽ വന്നു എന്നൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട്. എന്താണെന്നറിയില്ല, ആ വാഴത്തൈ ചീത്തയായി പോയി. സത്യത്തിൽ ആ വാഴത്തൈ അവിടെ നിൽക്കുമ്പോൾ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും വെക്കും. നമ്മൾ തോൽക്കില്ലല്ലോ, തോൽക്കുന്നല്ല, നമ്മൾ പിന്മാറാൻ നമ്മളില്ലല്ലോ. ആ ഒരു വാഴത്തൈ പോയെന്ന് വെച്ചിട്ട് വാഴ നടന്നു പോകില്ലല്ലോ. അപ്പം ഞാൻ റോബസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ചിങ്ങമ്പഴം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പഴത്തൈ എനിക്ക് വേണമെന്നുണ്ട്. അപ്പം അതൊന്ന് വാങ്ങിച്ച് എപ്പോഴേലും കിട്ടുകയാണെങ്കിൽ, മണ്ണൊന്നും കളഞ്ഞിട്ടില്ല, അത് വിൽക്കും. അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു പ്ലാന്റ്, ഞാൻ പറഞ്ഞില്ലേ പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. മറ്റേ എന്താണ് പ്ലാന്റ്, മറന്നു പോയിട്ടാ അതിൻ്റെ പേര്. ഫ്രൂട്ട്, കുഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ടാവണതാ. ഇത് പുളി, എന്ത്, ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ നാട്ടിൽ നിന്ന് പോയി വരുമ്പോൾ കൊണ്ടുവന്ന ആ ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് കൊണ്ടുവയ്ക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ പിന്നെ വെച്ചാൽ ഒത്തിരി പൂവൊക്കെ വരണുണ്ട്. പിന്നെ പിള്ളേർ പോയിട്ട് ഇങ്ങനെ പിച്ചി മന്തിയൊക്കെ കളയണ വെച്ചിട്ട് അത് ഞാൻ ഇവിടെ തന്നെ വെച്ചു. അപ്പോൾ നാട്ടിൽ പോകുമ്പോഴാണ് പുറത്തെവിടെയെങ്കിലും ഇനിയിപ്പോൾ പോകുമ്പോൾ നല്ല വാഴത്തൈ കിട്ടുകയാണെങ്കിൽ കൊണ്ട് വയ്ക്കാം, ഇലയ്ക്ക് വേണ്ടിയിട്ട്, വാഴക്കൊലയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ എന്താ പറയുക, തിന്നുമില്ല തീറ്റിക്കില്ല. ചില ആർക്കൊക്കെ സുഖേടാ, അവർക്ക് വേണ്ട, എന്നാലും എല്ലാവരും ഒരു ആ സൈഡിൽ ഇപ്പോൾ ആ പാർക്കിങ്ങിൻ്റെ താഴെ ആ മൂലയ്ക്ക് ആ ഒരു തയ്യാട് വെച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോടില്ല. ഒരാൾക്ക് നഷ്ടമാണ്, അത് ആരുടെയും തലയുടെ മുകളിലാണ്, അത് ആരുടെ വളർന്ന് പന്തിരിച്ച് മറ്റുള്ള ചെടികൾ അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും അതിൻ്റേതായ അസ്വസ്ഥതകൾ ഉണ്ടാവുമല്ലോ, അതിവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അതിപ്പോൾ എന്തായാലും അടുത്ത മണ്ണ് സെറ്റ് ചെയ്തിട്ട് ഇച്ചിരി നമുക്ക് മലയാളികളോടാണോ അപ്പോൾ അറിയാം, നമ്മൾ ഒരു വാഴ പോയി അടുത്ത വാഴ വയ്ക്കുക, അത്ര തന്നെ. അത് കുറച്ച് വാശിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരെണ്ണം പോയാൽ 10 വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാനും, അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിനിപ്പോൾ എന്താ ചെയ്യാൻ. അപ്പം പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ, വാഴത്തൈ കിട്ടുകയാണെങ്കിൽ വെക്കും, അത്ര തന്നെ. ഇപ്പം ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് വരാം.